പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയുന്നു. എന്റെ കൂട്ടുകാരി പാടിയതാ. എന്താ ഒരു വികാരമില്ലാത്ത ദീർഘം കുറച്ച് കൂടുതലാണല്ലോ. അധ്വാനിച്ച് പാടിയതല്ലേ. കരച്ചിൽ വന്നു പോയെന്ന് പറഞ്ഞാലോ. വേണ്ടായിരുന്നു. ഫാനായി ഞാൻ ഫാനായി. ഇങ്ങനെ തള്ളാമോ? എത്ര കിലോമീറ്റർ കഴിയും കർണാടകയ്ക്ക് പോകാനോ? മോനെ ഇവിടുത്തെ കർണാടകയ്ക്ക് പോകാനോ ഒരു 2-3 കിലോമീറ്റർ പോലും ഇല്ല. കർണാടക ബോർഡറിലാണ് നമ്മൾ പോകുന്നത്. വാവെന്ന് പറയാനൊന്നുമില്ല. ഇത്രയും നേരം ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടിട്ട് വാവെന്ന് പറഞ്ഞോളൂ. മഴ വരുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ അപ്പോൾ അത് കാണാൻ? മരങ്ങളില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. അപ്പുറത്തെ മലയാണ്. ഇതുപോലെ അവരും ഈ മലയൊക്കെ കയറുന്നുണ്ടാവും. അവിടെ നോക്കുമ്പോൾ ഇതും അത്ര മനോഹരമായൊരു മലയായിട്ട് അവർക്ക് കാണാൻ പറ്റുമായിരിക്കും. പ്രായമായ ആൾക്കാരൊക്കെ ഈ മലയൊക്കെ സിമ്പിളായിട്ട് കയറുന്നുണ്ട്. അവർ സ്ഥിരമായി കയറി പരിശീലിച്ചുകൊണ്ട്. അതാണ് ഓന്ത്. ഇത് വെട്ടാൻ വരും. ഇല വെട്ടാൻ ഓന്ത് വരും. ഓന്ത് വരുമ്പോ ഈ ഇതേ തട്ടും വെള്ളത്തേല്. അത് ചിരട്ട മറിഞ്ഞു പോകും. അപ്പോൾ ഓന്തിന്റെ മേത്ത് വെള്ളം വീഴുമ്പോ ഓന്ത് പേടിച്ചോടും. ദൈവമേ, ഭയങ്കര ട്രിക്കല്ലേ. എന്ത് നോക്കാൻ പോവാ? ഈശ്വര, ഞാനും കൂടെ ചാടി ഇറങ്ങണമെന്ന് തോന്നുന്നല്ലോ. ക്രിസ്റ്റി, വേരിങ്ങനെ പോകുമ്പോ മണ്ണ് മാറ്റി കൊടുക്കണം. അതേലാ പൊട്ടുന്നു. എന്തോ ഏലോ? ഓ, ഏലക്ക. ഇപ്പൊ പൊട്ടിയത് കാണാവോ? തുടങ്ങുന്നു. ഇതുണ്ടോ? ഞാനൊരു കുളത്തിൽ നടാമേ. ഏലക്ക നമുക്ക് നല്ലത് കിട്ടുമല്ലേ. ഞാൻ ഉരുണ്ട വീണില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ കാണേണ്ടതാണ്. പിന്നെ ഇല്ല, പ്രതീക്ഷയില്ല. ഈ സമയത്ത് കിട്ടുന്നത് സാധ്യതയില്ല. സൂക്ഷിച്ച് വേണം കേട്ടോ. ഇങ്ങനെയാണ് ആണ്ടുമ്പോൾ എന്തെങ്കിലും. അതെന്താ? അതൊന്നുമില്ല. എനിക്ക് പേടിയൊന്നുമില്ലേ അപ്പൂ? അതെ, ഭയം ഒന്നിനും ഒരു പ്രതിവിധിയല്ല. അത് അങ്ങനത്തെ അകത്തൊന്നും കാണത്തില്ല. നല്ല ഇറുക്കി. പക്ഷേ 2 ഇറുക്കി ചെയ്തോർത്തൊന്നും വരാൻ പോകുന്നില്ല. അപ്പുറത്തെ ഇവിടെ അതെ, വേറെ സ്ഥലത്ത് നോക്കുക. നീ എന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുപോവോ? മൈ ഗോഡ്, എന്താ ഞണ്ട്? യെസ്, കിട്ടി. ഒരു മിനിറ്റ്. എടാ അപ്പൊ നീ അതെങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ നമ്മൾ ഞണ്ടിനെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് വെള്ളം ഒഴിച്ച് ഞണ്ടിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടും. ഓ മൈ ഗോഡ്, ഞണ്ടൊക്കെ കടന്നു നിങ്ങൾ കാണുന്നുണ്ടോ? ഞണ്ട്. ഞണ്ടുണ്ട് ഇവിടെ. ഒരു കല്ലെടുത്ത് അതിന് തലക്കടിക്ക്. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് പോവാം. ചത്തതുണ്ടാണെങ്കിൽ കഴിക്കാൻ പറ്റുമല്ലോ. യെസ്. ആ, പാവം ഞണ്ട്.
ഗോഡ്, ഓ മൈ ഗോഡ്. അത് കളയരുത്, ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയിട്ട് അത് കളയരുത്. ഞാൻ വെള്ളത്തിൽ വീഴും. യെസ്, നമുക്ക് ഞണ്ടിനെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, നമുക്ക് ഞണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. ഒന്ന് കാണിച്ചേ. ഞാൻ തീരെ, ഒരു മിനിറ്റ്, ഫോക്കസ് ആവുന്നില്ല. തീരെ എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഞണ്ടിനെ കിട്ടുമെന്ന്. വെറുതെ ഒരു ഗുമ്മിനെ, ഞണ്ടിനെ കിട്ടുന്ന വീഡിയോയുടെ ഒരു ഗുമ്മിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് ഞണ്ടിനെ കിട്ടി. അതിന്റെ ബാക്ക് സൈഡ് കാണിച്ചേ. ഫ്രണ്ട് ഒരിക്കലും പിടിക്കാൻ പാടില്ല, ഫ്രണ്ട് പിടിച്ചാൽ നമ്മുടെ കൈ ഇറുക്കും. ആണോ? ഒരു ഞണ്ടൂടെ കിട്ടി. എന്നിട്ട് കൊണ്ടുപോവാ, വേഗം വായോ. സാരില്ല, ചമ്മന്തിയായിട്ട് നമ്മൾ പ്ലേറ്റിൽ നിന്ന് എടുക്കുന്നതാണല്ലോ. അതൊരു ചെറുതാ, വാ പോകാം. അതിൻ്റെ ഒരു ഭാഗമാണ് കിട്ടിയത്. അപ്പൊ ഈ തോട്ടിയതാണ് നമുക്ക് ഞണ്ടിനെ കിട്ടിയത്. പക്ഷെ ശരിക്കും ഞണ്ടിനെ കിട്ടിയത് ഞാൻ വിചാരിച്ചു കൂടി ഇല്ല. കുറവാന്ന് തോന്നുന്നല്ലേ. ചെറുതാണ്, നമുക്ക് പണിമാളിയും തോന്നുന്നു. കാണിച്ചേ. അങ്ങനെ പിടിക്കാം, ഫ്രണ്ട് പിടിച്ച് നിന്നെ കൊത്തും. ബേക്ക് പിടിക്കാൻ പറ്റില്ല, ഇവർക്ക് തിരിച്ചു കൊത്താൻ പറ്റത്തില്ലല്ലോ. ഫ്രണ്ട് പിടിച്ചാല് നിന്റെ കൈ നല്ല കട്ടൊക്കെ ഇതുണ്ടോ, ജീവനുണ്ട്. ഉണ്ടോ? എൻ്റെ കണ്ണിവിടെ എവിടെയോ ഉണ്ട്. ഒരു മിനിറ്റ്, ഫോക്കസ്. അതാണ് എൻ്റെ കണ്ണുകൾ. പാവം ഞണ്ട്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകത്തില്ല. രണ്ട് അലവലാതി പിള്ളേർ ഒന്ന് പിടിച്ചോണ്ട് പോകും. അപ്പം നമ്മൾ പിന്നെയും ആയുധധാരികളായി ഞണ്ടിനെ പിടിക്കാൻ പോവുകയാണ്. ഇതാണ് ഞണ്ടിനെ കുത്താനുള്ള വടി. നേരത്തെ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ പോയത്. എന്തെങ്കിലും വേസ്റ്റ് ഇടുവാണെങ്കിൽ ഞണ്ട് വേഗം വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് മമ്മി വേസ്റ്റൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഈ പ്രാവശ്യം ഞണ്ടിനെ കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മൾ തോട്ടിലേക്ക് വടിയൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി തോട്ടിലെത്തി. എന്തല്ലേ ഓരോ മനുഷ്യരുടെ കാര്യം. ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി മാളത്തിൽ തീറ്റ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഐഡിയ. അത് നല്ല ഫ്ലോപ്പായി. അപ്പോൾ അവിടെ നിന്നൊന്നും ആരും വന്നില്ല, മാളം കാണാൻ പറ്റുന്നില്ല. ഇത് ഞണ്ട് കയറി പോയതാണ്, റെസ്റ്റ് എടുക്കാൻ പോയതാണ്, തിരിച്ച് വന്നതേ ഇല്ല. ഞാൻ മാത്രമാണ് ഇവിടെ ഞണ്ട് പിടിക്കുന്നതിൽ ഏറ്റവും കുറച്ച് അധ്വാനിക്കുന്നത്. വീഡിയോ എടുക്കുന്നതിനുള്ളൊരു എന്താ പറയുക, തിരക്കിൻ്റെ ഇടയ്ക്ക് അധ്വാനം വളരെ കുറയുന്നതാണ്. കണ്ടോ, അപ്പമൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് കല്ല് പെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞണ്ടിനെ കാണാൻ. ഞങ്ങളിന്ന് ഞണ്ടും കൊണ്ടേ പോകുള്ളൂ. ഞണ്ടിനെ കണ്ടാൽ പേരക്ഷിക്ക് വേണ്ടി അടിക്കാനുള്ള വടി. രണ്ടാമത്തെ ഗ്രാൻഡ് ഹണ്ട് അവസാനിപ്പിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇനി ഇവിടെ നിന്നൊന്നും കിട്ടില്ല. ഇത് സമയത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. അതായത് ഞണ്ടുകൾ പുറത്തിറങ്ങുന്ന സമയത്ത് വേണം നമ്മൾ വന്ന് പിടിക്കാൻ, അല്ലാണ്ട് തോന്നിയ സമയത്തൊന്നും കിട്ടത്തില്ല. പിന്നെയും എന്തിനോ വേണ്ടി പാറകൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഒരു ഞണ്ട് പോലും കിട്ടിയില്ല. നേരത്തെ ഞങ്ങൾ 3 ഞണ്ടിനെ കാണുകയും ചെയ്തു. അങ്ങനെ 5 മണി വരെ ഹണ്ട് നടത്തണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹമെങ്കിലും ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ സമയത്ത് ഞണ്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പാട്ടുപാടി ഇപ്പോഴും ഞണ്ടിനെ പിടിക്കാനുള്ള ഞങ്ങൾ ഞണ്ടിനെ പിടിക്കായിരുന്നു ഇത്രയും സമയം. അതുകൊണ്ട് ആ വേസ്റ്റ് ഇപ്പോഴും കയ്യിലുണ്ട്. അതൊന്ന് പൊക്കി കാണിച്ചു മമ്മി. അതെ, ഞണ്ടിനെ പാട്ടൊക്കെ വരുന്നുണ്ട്.
ഇതാണ് സാധനം, ഞണ്ട് വറുത്തത്.